റാങ്ക് ലിസ്റ്റ് കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. സമരത്തിനിടെ കുഴഞ്ഞു വീണ 3 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഉദ്യോഗാർത്ഥികൾ കണ്ണുകെട്ടി മുട്ടുകുത്തി പ്രതിഷേധിക്കുന്നത് തുടരുകയാണ്. വ്രതശുദ്ധിയോടെ ഒരു മാസത്തെ നോമ്പ് കഴിഞ്ഞ് പെരുന്നാളാഘോഷ പിറ്റേന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയതാണ് തൃശൂർക്കാരിയായ CS ഹസീന. പൊരിവെയിലത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരമിരിക്കാൻ ഹസീനയ്ക്ക് കരുത്താകുന്നത് നോമ്പുകാലത്തെ മനസാന്നിധ്യമാണ്. ഹസീന ഉൾപ്പെടെ 964 പേർ ഉൾപ്പെട്ട വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ PSC റാങ്ക് പട്ടികയുടെ കാലാവധി ഈ മാസം 19-ന് അവസാനിക്കും. ഇതുവരെ ജോലി ലഭിച്ചത് 268 പേർക്ക് മാത്രമാണ്. സർക്കാരിന്റെ കണക്കിൽ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കാൻ 12 പ്രവൃത്തി ദിവസമേ ഉള്ളൂ. അതിനുള്ളിൽ നിയമനം നടത്തണമെന്ന ആവശ്യമുയർത്തിയാണ് നിരാഹാര സമരം. ഇതില് ഏജ് ഓവർ ആയ ആൾക്കാരുണ്ട്, ഒരുപാട് കുട്ടികളുടെ അമ്മമാരുണ്ട്. കഷ്ടപ്പെട്ട് പഠിച്ച് ലിസ്റ്റിൽ വന്ന് ഫിസിക്കൽ ടെസ്റ്റും കഷ്ടപ്പെട്ട് പാസ്സായി ഇത്രത്തോളം വന്നിട്ടും ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് വെച്ചിരുന്ന വേക്കൻസീസ് പോലും ഇപ്പൊ തരുന്നില്ല. അവർ പറയുന്നത് വേക്കൻസീസ് ഇല്ല, നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ കഴിഞ്ഞു, ഇനി ഇത്രയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. 30% പോലും ഞങ്ങൾക്ക് നിയമനം ഇതുവരെ നടന്നിട്ടില്ല. CPM അനുഭാവികളായ ബോഡി ബിൽഡർമാർക്ക് സർക്കാർ പോലീസിൽ നിയമനം നൽകിയത് വിവാദമായിരുന്നു. വിവാദം അവസാനിപ്പിക്കാൻ ബോഡി ബിൽഡർമാരെ ഫിസിക്കൽ ടെസ്റ്റിന് വിധേയമാക്കിയപ്പോൾ തോറ്റു തൊപ്പിയിട്ടതും ചൂണ്ടിക്കാട്ടിയാണ് ഉദ്യോഗാർത്ഥികളുടെ സമരം. നിരാഹാരമിരിക്കുന്ന 3 ഉദ്യോഗാർത്ഥികൾ കുഴഞ്ഞു വീണു. ഇവർക്ക് പകരം മറ്റു 3 പേർ നിരാഹാരമിരിക്കും. സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് തീരുമാനം. ജനം, തിരുവനന്തപുരം.